നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ആലപ്പുഴ ബീച്ചിൽ നിർമ്മാണത്തിലിരുന്ന ഉയരപ്പാതയുടെ ഗർഡറുകൾ തകർന്നു വീണ സംഭവം ദേശീയപാത അതോറിറ്റിയുടെ വിദഗ്ധ സംഘം പരിശോധന നടത്തി. എഞ്ചിനീയർമാരുടെയും തൊഴിലാളികളുടെയും വീഴ്ചയെന്ന പ്രാഥമിക സൂചന. സമാനതകളില്ലാത്ത ദൃശ്യവിരുന്നൊരുക്കി ചരിത്രപ്രസിദ്ധമായ ചെട്ടികുളങ്ങര കുംഭഭരണി ആഘോഷം. ചെട്ടികുളങ്ങരയും പരിസരവും ജനസാഗരമായി. 13 കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലേക്ക് എത്തി. കാഴ്ചക്കണ്ടത്തിൽ വർണ്ണമനോഹരമായ ദൃശ്യവിരുന്ന്. പ്രസിദ്ധമായ ചേർത്തല വാർനാട് ദേവീക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവം. ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ ഭരണി ദർശനം തുടങ്ങി ഭക്തസഹസ്രങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. പ്രധാന വഴിപാടായ ഒറ്റത്തൂക്കവും ഗരുഡൻ തൂക്കവും വിസ്മയ കാഴ്ചയായി. വിഭൂതി തിരുനാളോടെ ക്രൈസ്തവ സമൂഹം നോമ്പാചരണം ആരംഭിച്ചു. ഈസ്റ്ററിന് മുന്നോടിയായി 50 ദിവസമാണ് നോമ്പാചരണം. വിവിധ ദേവാലയങ്ങളിലെല്ലാം പ്രത്യേകമായ പ്രാർത്ഥനാ ചടങ്ങ്. അരിയുമായി പോയ മിനി ലോറി മറിഞ്ഞു. കൊല്ലത്തു നിന്നും പെരുമ്പാവൂരിലേക്ക് പോയ ലോറിയാണ് മറിഞ്ഞത്. റേഷൻ അരിയെന്ന് സംശയം. ചേർത്തല സപ്ലൈ ഓഫീസർ അരി കസ്റ്റഡിയിലെടുത്തു. വാർത്തകൾ വിശദമായി. ആലപ്പുഴ ബീച്ചിൽ നിർമ്മാണത്തിലിരുന്ന മേൽപ്പാലത്തിൻ്റെ ഗർഡറുകൾ തകർന്നു വീണ സംഭവം ദേശീയപാത അതോറിറ്റിയുടെ വിദഗ്ധ സംഘം പരിശോധന നടത്തി. എഞ്ചിനീയർമാരുടെയും തൊഴിലാളികളുടെയും വീഴ്ചയെന്ന പ്രാഥമിക സൂചന. ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ നിർമ്മിക്കുന്ന മേൽപ്പാലത്തിലെ 4 ഗർഡറുകൾ തകർന്നു വീണതിന് കാരണം എഞ്ചിനീയർമാരുടെയും തൊഴിലാളികളുടെയും വീഴ്ചയെന്ന സൂചന. ദേശീയപാത അതോറിറ്റി റീജിയണൽ ഓഫീസർ BL മീന, ഡെപ്യൂട്ടി ജനറൽ മാനേജർമാരായ ബിപിൻ മധു, ദേവേന്ദ്ര പ്രസാദ് എന്നിവരടങ്ങുന്ന സംഘമാണ് ബൈപ്പാസിൽ അപകട സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. ഗർഡറുകൾ തൂണുകൾക്ക് മുകളിലേക്ക് ഉയർത്തി സ്ഥാപിക്കുമ്പോൾ തൂണിനും ഗർഡറിനും ഇടയിൽ പ്ലങ്ക് വയ്ക്കാറുണ്ട്. ഗർഡറുകളെ പരസ്പരം ബന്ധിപ്പിച്ച് കോൺക്രീറ്റ് ചെയ്ത ശേഷം ഇത് ഇളക്കി മാറ്റും. എന്നാൽ ഇവിടെ ക്രോസ് ബേസിംഗ് ചെയ്യാതെ പ്ലങ്ക് ഇളക്കി മാറ്റുകയായിരുന്നു. അതോടെ ഗർഡറുകൾ തെന്നി നിലംപതിച്ചെന്നാണ് പ്രാഥമിക നിഗമനം. 3 ഗർഡറുകൾ ഒരേ ദിശയിലും ഒരെണ്ണം എതിർ ദിശയിലുമാണ് തകർന്നു വീണത്. ഈ സമയത്ത് തൊട്ടടുത്ത തൂണുകൾക്ക് മുകളിൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഇവരാണ് ഗുരുതര വീഴ്ച വരുത്തിയത് എന്നാണ് വിലയിരുത്തൽ. സംഭവം അതീവ ഗൗരവത്തോടെയാണ് ദേശീയപാത അതോറിറ്റി എടുത്തിട്ടുള്ളത്. രാജ്യത്തെ എല്ലാ ദേശീയപാതകളിലും ഉപയോഗിക്കുന്ന അതേ നിലവാരത്തിൽ നിർമ്മിച്ച ഗർഡറുകൾ വീണത് മറ്റ് പാലങ്ങളുടെയും സുരക്ഷ സംബന്ധിച്ചും ചോദ്യം ഉയർത്തുന്നു. അപകടത്തെപ്പറ്റി പഠിക്കാൻ അതോറിറ്റി ആസ്ഥാനത്ത് നിന്നുള്ള നിർദ്ദേശപ്രകാരം ഡിവിഷൻ ഓഫീസിൻ്റെ നേതൃത്വത്തിൽ എഞ്ചിനീയർമാർ ഉൾപ്പെട്ട വിദഗ്ധ സമിതി രൂപീകരിക്കുന്നുണ്ട്. ഈ സമിതി സ്ഥലം സന്ദർശിച്ച് അപകട കാരണത്തെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും. ഇതിനുശേഷമേ ഇവിടെ നിർമ്മാണം പുനരാരംഭിക്കൂ. നിലവിൽ ഈ ഭാഗത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. ബൈപ്പാസ് മറ്റിടങ്ങളിൽ പണികൾക്ക് തടസ്സമില്ല. തിങ്കളാഴ്ച രാവിലെ 10:30 ബൈപ്പാസിൽ വിജയ് പാർക്കിന് സമീപം അപകടമുണ്ടായത്. 17-18 തൂണുകൾക്കിടയിൽ 2 മാസം മുൻപ് സ്ഥാപിച്ച 4 ഗർഡറുകളും ഒരുമിച്ചാണ് 30 അടി ഉയരത്തിൽ നിന്ന് വീണത്. ടൈം ന്യൂസ്, ആലപ്പുഴ. സമാനതകളില്ലാത്ത ദൃശ്യവിരുന്നൊരുക്കി ചെട്ടികുളങ്ങര കുംഭഭരണി മഹോത്സവം. 13 കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ കാഴ്ചക്കണ്ടത്തിൽ അണിനിരന്നു. വർണ്ണമനോഹരമായ കാഴ്ച വേറിട്ട അനുഭവമായി. ഉള്ളാട് കരനാഥയായി വിളങ്ങിയിടും ഭഗവതിക്കാവിലമ്മേ, കഥനങ്ങളെല്ലാം അകറ്റുന്നൊരമ്മേ ഭഗവതി കാവിലമ്മേ, എൻ്റെ ഭദ്രകാളിയമ്മേ. ചരിത്രപ്രസിദ്ധമായ ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ഭക്തിസാന്ദ്രമായി. നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്തസഹസ്രങ്ങളാണ് ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലേക്ക് എത്തിയത്. കെട്ടുകാഴ്ചകളെ വരവേൽക്കാൻ ഓണാട്ടുകരയുടെ മണ്ണും മനസ്സും ചൊവ്വാഴ്ച പുലർച്ചയോടെ ഒരുങ്ങിയിരുന്നു. അണിഞ്ഞൊരുങ്ങിയ കുത്തിയോട്ട സംഘങ്ങൾ രാവിലെ മുതൽ ക്ഷേത്രത്തിലേക്ക് ചുവടുവെച്ചെത്തി. ദേവിക്ക് മുന്നിൽ തൊഴുത് പ്രാർത്ഥിച്ച സമർപ്പണം നടത്തി. 14 കുത്തിയോട്ടങ്ങളാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. കുത്തിയോട്ട വരവ് ഉച്ചയോടെ അവസാനിച്ചു. പിന്നെ കെട്ടുകാഴ്ചകൾക്കായുള്ള കാത്തിരിപ്പ്. വൈകിട്ട് 13 കരകളിൽ നിന്നായി കുത്തിയൊലിച്ചു വരുന്ന മഹാനദികൾ പോലെ ചെറുവഴികളിലൂടെ ആൾക്കൂട്ടം ഒഴുകി. ഓരോ നദിപ്പരപ്പിലും മഹായാനങ്ങൾ പോലെ ആകാശം തൊടുന്ന കെട്ടുകാഴ്ചകൾ. ക്ഷേത്രാങ്കണത്തിൽ നദികളൊന്നിച്ച് മഹാസാഗരമായി മാറി. ആകാശം പൊക്കമുള്ള ഗോപുരങ്ങൾ ആൾക്കടലിലൂടെ കാഴ്ചക്കണ്ടത്തിലേക്ക് ഒഴുകിയിറങ്ങുന്ന വിസ്മയകരമായ കാഴ്ച. ദേവീസ്തുതികളും ആർപ്പുവിളികളും അകമ്പടിയായി.
13 കരകളിൽ നിന്നായി 6 കുതിരകളും 5 തേരുകളും ഭീമനും ഹനുമാനും പാഞ്ചാലി. ഗോപുരാകൃതിയിലുള്ള കുതിരകൾക്ക് 125 അടിയോളമാണ് ഉയരം. മരച്ചക്രങ്ങൾ ഘടിപ്പിച്ച ചട്ടങ്ങളിൽ നിർമ്മിച്ച ടൺ കണക്കിന് ഭാരമുള്ള കെട്ടുകാഴ്ചകൾ കരക്കാർ പ്രാർത്ഥനകളോടെ വലിച്ചു നീക്കുമ്പോൾ കരുത്തും കരവിരുതും ഭക്തിയുമായി കലരുന്നു. മുകളിൽ ദാരുശില്പകലയുടെ വിസ്മയം, താഴെ അധ്വാനത്തിൻ്റെ മഹത്വം. ഈരേഴ തെക്കിൻ്റെ കുതിര വൈകിട്ട് 5:58 ക്ഷേത്രമുറ്റത്തെത്തി. അമ്മയെ വണങ്ങി കാഴ്ചകണ്ടത്തിലേക്ക് ഇറങ്ങി. കുതിരയുടെ ഇടക്കൂടാരത്തിൻ്റെ വശങ്ങളിൽ തുള്ളിക്കളിക്കുന്ന പാവക്കുട്ടികൾക്കൊപ്പം ജനം ആർപ്പ് വിളികളോടെ ഇളകി മറിഞ്ഞു. രണ്ടാമത്തെയും നാലാമത്തെയും കെട്ടുകാഴ്ചകൾക്കായുള്ള കാത്തിരിപ്പ് 1 മണിക്കൂറോളം നീണ്ടു. ഈരേഴ വടക്കിൻ്റെ കുതിര രണ്ടാമതായി കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറങ്ങി. പിന്നാലെ ഊഴക്രമമനുസരിച്ച് കൈത തെക്ക്, കൈത വടക്ക്, കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, പേള, കടവൂർ, ആഞ്ഞിലിപ്ര, മറ്റം വടക്ക്, മറ്റം തെക്ക്, മേനാമ്പള്ളി, നടക്കാവ് കരകളിലെ കെട്ടുകാഴ്ചകളും അമ്മയെ വണങ്ങി രാത്രിയോടെ കാഴ്ചക്കണ്ടത്തിൽ നിരന്നു. കെട്ടുകാഴ്ചകൾ നിരുന്നതോടെ കാഴ്ചക്കണ്ടം ഭക്തിയുടെയും കരവിരുതിൻ്റെയും സംഗമ ഭൂമിയായി മാറുകയായിരുന്നു. പിന്നെ ദേശത്തിൻ്റെ തിരുമുൽ കാഴ്ചകൾ സ്വീകരിച്ച് അനുഗ്രഹം ചൊരിയാൻ ചെട്ടിക്കുളങ്ങര അമ്മ ജീവതയിൽ എഴുന്നള്ളുന്നതിനായുള്ള കാത്തിരിപ്പ്. അനുഗ്രഹം ശിരസിലേറ്റിയ ദേശവാസികൾ അടുത്ത ഭരണിക്ക് കാണാം എന്ന ഉപചാരം ചൊല്ലി പിരിയുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ മുതൽ ചെട്ടിക്കുളങ്ങരയും പരിസരവും ഭക്തജന സഹസ്രങ്ങളാൽ നിറഞ്ഞ് കവിഞ്ഞിരുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചരിത്രപ്രസിദ്ധമായ ചേർത്തല വാരനാട് ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ഭക്തിസാന്ദ്രമായി. ഭക്ത സഹസ്രങ്ങളാണ് കുംഭഭരണി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. ഒറ്റത്തൂക്കവും ഗരുഡൻ തൂക്കവും വിസ്മയ കാഴ്ചയായി. ചരിത്രപ്രസിദ്ധമായ ചേർത്തല വാരനാട് ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിൻ്റെ ഭക്തിസാന്ദ്രമായ സമാപനം. കുംഭഭരണി ഉത്സവ ദിവസമായ ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ വാരനാട് ദേവീക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹം ആരംഭിച്ചിരുന്നു. ഒറ്റത്തൂക്കവും ഗരുഡൻ തൂക്കവും എത്തിയതോടെ ഭക്തരുടെ മനം നിറഞ്ഞു. പ്രാർത്ഥനയിൽ മുഴുകി ഭക്തജനങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ഷേത്രാങ്കണത്തിൽ സന്നിഹിതരായിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ ഭരണി ദർശനം ആരംഭിച്ചു. രാത്രി വൈകി നടന്ന ഗരുഡൻ തൂക്കം കണ്ടാണ് ക്ഷേത്രത്തിൽ നിന്നും ഭക്തജനങ്ങൾ മടങ്ങിയത്. ദിവസങ്ങൾ നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷമാണ് വാരനാട് ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി ഉത്സവത്തിലെ പ്രധാന വഴിപാടായ ഒറ്റത്തൂക്കവും ഗരുഡൻ തൂക്കവും നടക്കുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ ചാടിൽ ഗരുഡന്മാർ എത്തിയതോടെ ക്ഷേത്ര പരിസരം ദേവീ സ്തുതികളാൽ മുഖരിതമായി. ഭരണി ദർശനത്തിനും മറ്റും ദേവസ്വം ഭരണസമിതിയുടെ ഭാഗത്ത് നിന്നും പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. ക്ഷേത്രത്തിലെത്തിയവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ദർശനം കാണാനും ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നു. പുലർച്ചെ 4:30 നട തുറന്നതോടെ ഭരണി ദർശനത്തിനായി വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വൈകിട്ട് 4 ഒറ്റത്തൂക്കങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. രാത്രി നടന്ന ഗരുഡൻ തൂക്കത്തോടെ കുംഭഭരണി ഉത്സവം സമാപിച്ചു. ദേവസ്വം പ്രസിഡന്റ് KN സുരേന്ദ്രനാഥ വർമ്മ, വൈസ് പ്രസിഡന്റുമാരായ KN ഉദയവർമ്മ, N വേണുഗോപാൽ, സെക്രട്ടറി വെള്ളിയാകുളം പരമേശ്വരൻ, ഖജാൻജി PN നടരാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ചേർത്തല. പകുതി വിലയ്ക്ക് സ്കൂട്ടറും ഗൃഹോപകരണങ്ങളും. തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതിയെ ചേർത്തല കോടതിയിൽ ഹാജരാക്കി. അന്വേഷണം ഊർജിതമായി തുടരുകയാണെന്ന് ക്രൈംബ്രാഞ്ച്. പകുതി വിലയ്ക്ക് സ്കൂട്ടറും ഗൃഹോപകരണങ്ങളും വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രധാന പ്രതി അനന്തുകൃഷ്ണനെ ചേർത്തല കോടതിയിൽ ഹാജരാക്കി. കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയാണ് പ്രതിയെ ചേർത്തല കോടതിയിൽ കൊണ്ടുവന്നത്. കോടതി അനന്തുകൃഷ്ണനെ 2 ദിവസത്തെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത് ക്രൈംബ്രാഞ്ചിന് കൈമാറിയ കേസിലാണ് കസ്റ്റഡി. ചേർത്തല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് 2ാം കോടതിയാണ് കസ്റ്റഡി അനുവദിച്ചത്. സംസ്ഥാനത്തെ മറ്റ് കേസുകൾക്കൊപ്പം ആലപ്പുഴ ജില്ലയിൽ വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത 84 കേസുകളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. 750 പരാതികൾ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ മാത്രം ലഭിച്ചതിനാൽ ഇത് മുഖ്യ കേസായി പരിഗണിച്ചാണ് അന്വേഷണം. പരാതിക്കാരുടെ മൊഴിയെടുക്കൽ പുരോഗമിക്കുന്നു. പണം എങ്ങോട്ട് മാറ്റി എന്നതുൾപ്പെടെ ഇനിയും കണ്ടെത്താനുണ്ട്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്ത് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയാണ് ലക്ഷ്യമെന്ന് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP A സുനിൽ രാജ് പറഞ്ഞു. പൂച്ചാക്കൽ കേസിൽ തന്നെ ഏകദേശം 750ഓളം പരാതിക്കാരുണ്ട്. അത് ഞങ്ങളുടെ മാസ്റ്റർ കേസൊക്കെ അന്വേഷിക്കുകയാണ്. കൂടാതെ
എക്കണോമിക് ഒഫൻസ് വിങ്ങിൻ്റെ ഡിവൈഎസ്പിയും സമാനമായിട്ടുള്ള കേസുകൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. ഈ ഫണ്ടിൻ്റെ എങ്ങോട്ട് ഫണ്ട് പോയി എന്നുള്ളതിനെക്കുറിച്ചും പിന്നെ NGOസിൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചൊക്കെയാണ് കൂടുതൽ അന്വേഷിക്കാനുള്ളത്. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മറ്റ് കേസുകൾക്ക് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. പക്ഷേ പൂച്ചാക്കൽ കേസാണ് നമ്മളുടെ മാസ്റ്റർ കേസ്. ഒത്തിരി പരാതിക്കാർ, ഏകദേശം 750ഓളം പരാതിക്കാർ ഇപ്പോൾ തന്നെ ഉണ്ട്. കൂടുതൽ പരാതികൾ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഈ കേസിലേക്ക് ആണ് എടുത്തിരിക്കുന്നത്. പ്രധാനമായിട്ടും മറ്റ് കേസുകളും കറസ്പോണ്ടിങ് രേഖകൾ ചോദിക്കുന്നുണ്ട്, മൊഴികൾ ശേഖരിക്കുന്നുണ്ട്. അതൊരു ഭാഗത്ത് മൊഴികൾ എടുക്കുന്നുണ്ട്. പരാതിക്കാർ കൂടുതൽ പേര് വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ മൊഴികളൊക്കെ എടുക്കുന്നുണ്ട്. അത് ഇനി അനിവാര്യമാണെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങും. നമുക്ക് കൂടുതൽ എന്തെങ്കിലും പിന്നീട് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുക, അന്വേഷണത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ തെളിവുണ്ടെങ്കിൽ ഞങ്ങൾ കൂടുതലായിട്ട് കസ്റ്റഡിയിൽ വാങ്ങും. ടൈം ന്യൂസ് ചേർത്തല. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി സ്ത്രീ പദവി, സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഷൈൻ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ച് 15, 16 തീയതികളിൽ നടക്കുന്ന ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായുള്ള ജില്ലാ വനിതാ സെമിനാർ സംഘടിപ്പിച്ചു. സ്ത്രീ പദവി, സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഹാളിൽ നടന്ന ജില്ലാ വനിതാ സെമിനാർ KSTA സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഷൈൻ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് ചോദിച്ചാൽ നിങ്ങളുടെ തൊഴിലെന്താ എന്ന് സർവേക്ക് വരുന്ന ഞങ്ങളെ പോലുള്ള അധ്യാപകരോട് ചോദിച്ചാൽ നിങ്ങൾ പറയും ഞാൻ ഗസറ്റഡ് റാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അധ്യാപകരോട് ചോദിച്ചാൽ ഞാൻ അധ്യാപികയാണ്. അപ്പോൾ ആ കോളത്തിൽ സ്വാഭാവികമായും എന്ത് വരും? ഓഫീസ് ജോലിയായിട്ട് വരും. അവിടെ നമ്മൾ ചെയ്യുന്ന ഈ പണി ഇല്ല. അതുകൊണ്ട് അതിന് സ്വാഭാവികമായിട്ട് കേരളത്തിൽ ആ സ്ഥാനത്ത് കുറവ് വന്നത് എന്ന് ഞാൻ എൻ്റെ ഇവിടെ ഇരുന്നപ്പോൾ എനിക്കൊരു നിരീക്ഷണം തോന്നിയതാണ്. വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് സ്ത്രീ പദവിയും സ്ത്രീ സുരക്ഷയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമൂഹ്യ സാഹചര്യം ഒരുക്കിക്കൊണ്ടാണ് ഇടതുപക്ഷ ഭരണം 9 വർഷം പൂർത്തീകരിക്കപ്പെടുന്നത്. അതേസമയത്ത് തന്നെ ഒട്ടേറെ പ്രതിസന്ധികളെ ഇനിയും മറികടക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൂട്ടായി ചർച്ച ചെയ്യാനും സിവിൽ സർവീസിലും പുറത്തും സർവേയുടെ കണ്ടെത്തലുകളെ എത്തിക്കുന്നതിനുമായിട്ടാണ് ജില്ലാതലത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ വനിതാ കൺവീനർ സജിത ദാസ് സർവേ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ വനിതാ ജോയിന്റ് കൺവീനർ നിഷാന റഹീം സുരക്ഷാ നടത്തം റിപ്പോർട്ടിന്റെ അവതരണം നടത്തി. കേരള NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം L മായ, KGNA സംസ്ഥാന സെക്രട്ടറി ദീപ L എന്നിവർ സെമിനാറിൽ പ്രതികരണം നടത്തി. KGOA സംസ്ഥാന കമ്മിറ്റി അംഗം ദേവി മീന AS സെമിനാറിനെ കോർഡിനേറ്റ് ചെയ്തു. സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം വീണ S നന്ദിയും ജില്ലാ സെക്രട്ടറി രമേശ് ഗോപിനാഥ് സ്വാഗതവും പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. വിഭൂതി തിരുനാളോടെ ക്രൈസ്തവ സമൂഹം നോമ്പാചരണം ആരംഭിച്ചു. ഈസ്റ്റർ ആഘോഷത്തിന് മുന്നോടിയായി 50 നാൾ നീളുന്ന നോമ്പാചരണമാണ് ക്രൈസ്തവ സമൂഹം അനുഷ്ഠിക്കുന്നത്. വിവിധ ദേവാലയങ്ങളിലെല്ലാം പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. കുട്ടനാട് കിഴക്കേ മിത്രകരി ഹോളി ഫാമിലി ദേവാലയത്തിലെ വിഭൂതി ആചരണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഫാദർ ലിജോ കുഴുപ്പള്ളി, ഫാദർ ജോസഫ് കുട്ടി കിഴക്കേപ്പുറം എന്നിവർ കാർമ്മികത്വം വഹിച്ചു. പ്രസിദ്ധ വിശുദ്ധവാര തീർത്ഥാടന കേന്ദ്രമായ ചേർത്തല തങ്കി സെൻറ് മേരീസ് ഫൊറോന പള്ളിയിൽ വലിയ നോമ്പിന് തുടക്കമായി. പുലർച്ചെ 5:30-നും 7-നും ദിവ്യബലിയുടെ മധ്യേ വിശ്വാസികളുടെ നെറ്റിയിൽ വൈദികർ ചാരം കൊണ്ട് കുരിശടയാളം വരച്ചു. കഴിഞ്ഞ വർഷം ഓശാന തിരുനാളിന് പള്ളിയിൽ നിന്ന് ആശീർവദിച്ച് നൽകിയ കുരുത്തോല തിരികെ പള്ളിയിലെത്തിച്ച് കത്തിച്ച് ചാരമാക്കും. ഈ ചാരമാണ് വിഭൂതി തിരുനാളിൽ വിശ്വാസികളുടെ നെറ്റിയിൽ ചാർത്തുന്നത്. വികാരി ഫാദർ ജോർജ് എടേഴത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങും എന്ന സന്ദേശം ഓർമ്മപ്പെടുത്തിയാണ് നോമ്പാചരണത്തിന് തുടക്കമാവുന്നതെന്ന് ഫാദർ ജോർജ് എടേഴത്ത പറഞ്ഞു. വിഭൂതി ബുധനിലെ ഉപവാസത്തിലെ മിച്ചം വയ്ക്കലിലൂടെ സമാഹരിച്ച ഭക്ഷണപ്പൊതികൾ സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിലും അഗതി മന്ദിരങ്ങളിലും വിതരണം ചെയ്യും. ഇനിയുള്ള 50 ദിനങ്ങളിൽ രാവിലെ 6-നും വൈകിട്ട് 6-നും ദിവ്യബലി, കുരിശിൻ്റെ വഴി, നേർച്ചക്കഞ്ഞി വിതരണം എന്നിവ നടക്കും. വലിയ നോമ്പ് തീർത്ഥാടന കാലത്ത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് വിശ്വാസികളാണ് തങ്കിപ്പള്ളിയിൽ എത്തുന്നത്. 1936 ഇവിടെ പ്രതിഷ്ഠിച്ച കർത്താവിൻ്റെ അത്ഭുത തിരുസ്വരൂപം വണങ്ങുന്നതിനാണ് വിശ്വാസികൾ എത്തുന്നത്.
തീർത്ഥാടന കാലത്ത് ഇവിടെ എത്തുന്ന വിശ്വാസികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് വികാരി ഫാദർ ജോർജ് എടേഴത്ത്, ജനറൽ കൺവീനർ AJ സെബാസ്റ്റ്യൻ അഴീക്കൽ എന്നിവർ അറിയിച്ചു. യേശുവിൻ്റെ ഉദ്ധാനത്തിന് ഒരുങ്ങുക എന്നതാണ് നോൻപ് കാലം കൊണ്ട് ഉദ്ദേശിക്കുക. നോൻപ് പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും കാലഘട്ടമാണ്. പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും എന്ന് പറയുന്നത് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനായിട്ടുള്ള അവസരമായിട്ടാണ്. യേശുവിൻ്റെ മരുഭൂമിയിലെ വാസത്തെക്കുറിച്ച്, ഉപവാസത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കാറുണ്ട്. യേശുവിൻ്റെ ശിഷ്യത്വം എന്ന് പറയുന്നത് സെർവൻ ലീഡർഷിപ്പാണ്. അന്ത്യത്താഴ വേളയിൽ യേശുനാഥൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട്, നിങ്ങളുടെ ഗുരുവും നാഥനുമായ ഞാൻ ഇത് ചെയ്തുവെങ്കിലും നിങ്ങൾ പരസ്പരം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ജീവിതം ശിഷ്യന്മാർക്ക് അവിടുന്ന് ആശംസിക്കുന്നുണ്ട്. നോൻപുകാലത്തിൻ്റെ അന്തസത്തയും അത് തന്നെയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ നോൻപുകാലം പ്രാർത്ഥനയുടെ ഉത്സവകാലമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഉദ്ദിതൻ്റെ എല്ലാ അനുഗ്രഹാശംസകളും നേരുകയും ചെയ്യുന്നു. അരിയുമായി പോയ മിനി ലോറി മറിഞ്ഞു. കൊല്ലത്ത് നിന്ന് പെരുമ്പാവൂരിലേക്ക് പോയ മിനി ലോറി ചേർത്തലയിലാണ് മറിഞ്ഞത്. റേഷൻ അരി എന്ന സംശയം. സപ്ലൈ ഓഫീസർ അരി കസ്റ്റഡിയിലെടുത്തു. കൊല്ലത്ത് നിന്ന് പെരുമ്പാവൂരിലേക്ക് അരിയുമായി പോയ മിനി ലോറി ദേശീയപാത ചേർത്തല പോലീസ് സ്റ്റേഷന് സമീപം മറിഞ്ഞു. അനധികൃതമായി കടത്തുകയായിരുന്ന റേഷൻ അരിയാണെന്ന സംശയത്തിൽ ചേർത്തല താലൂക്ക് സപ്ലൈ ഓഫീസർ V. സുരേഷ് അരി കസ്റ്റഡിയിലെടുത്തു. ലോറി അപകടകരമായി കിടക്കുന്നതിനാൽ സംഭവ സ്ഥലത്തു നിന്നും അരി മാറ്റാൻ കഴിഞ്ഞില്ല. ചൊവ്വാഴ്ച പുലർച്ചെയാണ് ദേശീയപാത ചേർത്തല പോലീസ് സ്റ്റേഷന് സമീപം അരിയുമായി പോയ മിനി ലോറി റോഡിന്റെ ഒരു വശത്തേക്ക് മറിഞ്ഞത്. 150ഓളം ചാക്ക് അരി ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. ലോറി ഓടിച്ചിരുന്ന പെരുമ്പാവൂർ സ്വദേശി സെയ്ഫുള്ള അപകടത്തിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചേർത്തല പോലീസ് സ്ഥലത്തെത്തി താലൂക്ക് സപ്ലൈ ഓഫീസറെ വിവരം അറിയിച്ചു. ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തിയതോടെ റേഷൻ അരിയാണോ എന്ന സംശയത്തിൽ അരി കസ്റ്റഡിയിലെടുത്തു. ചേർത്തല പോലീസ് സ്റ്റേഷന് വടക്ക് ഭാഗത്ത് 500 മീറ്റർ അകലെ പുതുതായി നിർമ്മിക്കുന്ന ചേർത്തല ഹൈവേ പാലത്തിന് സമീപം വെളുപ്പിന് മറിഞ്ഞ ഒരു ലോറി അത് അരി കടത്തിക്കൊണ്ടുവരുന്നതാണെന്ന് ജില്ലാ കളക്ടർക്ക് പരാതി ലഭിച്ചതിനെ തുടർന്ന് താലൂക്ക് സപ്ലൈ ഓഫീസറും റേഷനിങ് ഇൻസ്പെക്ടർമാരും അസിസ്റ്റൻറ്റ് സപ്ലൈ ഓഫീസറും നേരിട്ട് പരിശോധന നടത്തിയതിൽ ലോറി അപകടത്തിൽപ്പെട്ടാണെങ്കിൽ കൂടി അതിൽ റേഷൻ അരിയുടെ സാന്നിധ്യം കണ്ടതിനെ തുടർന്ന് അത് സപ്ലൈകോയിലെ QCയുമായി ചേർന്ന് പ്രാഥമിക പരിശോധനയിൽ റേഷൻ അരിയാണെന്ന് സംശയിക്കുന്ന സാഹചര്യത്തിൽ ലോറി വളരെ ഗുരുതരമായ ഒരു 10 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞ സാഹചര്യത്തിൽ ക്രെയിനിൻ്റെ സഹായത്തോടു കൂടി ലോറി ഉയർത്തി അതിലുണ്ടായിരുന്ന റേഷൻ അരി എന്ന് സംശയിക്കുന്ന അരി 107 ചാക്ക് കുത്തരിയും 67 ചാക്ക് വെള്ള അരിയും സപ്ലൈകോയിൽ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധീനതയിലെടുത്ത് സപ്ലൈകോയിൽ താൽക്കാലികമായി ഏൽപ്പിച്ചു. മൂവാറ്റുപുഴ സ്വദേശി ഷാനവാസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ലോറി. വിശദമായ അന്വേഷണം നടത്തി കളക്ടർക്ക് ബുധനാഴ്ച റിപ്പോർട്ട് നൽകുമെന്ന് ചേർത്തല സപ്ലൈ ഓഫീസർ V. സുരേഷ് പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മദ് കാവുങ്കൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായി നടന്ന വേലപടയണി ഭക്തിസാന്ദ്രമായി. തെക്കേ ചേരുവാര ആറാട്ട് ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് വേലപടയണി സംഘടിപ്പിച്ചത്. തെക്കേ ചേരുവാര ആറാട്ട് ഉത്സവത്തിൻ്റെ ഭാഗമായാണ് വേലപടയണി ഒരുക്കിയത്. കാണികളുടെ കണ്ണും മനവും കവരുന്ന കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് വേലപടയണി നടന്നത്. തെയ്യം, പൂക്കാവടി, ദേവതാരൂപങ്ങൾ, വിവിധ ഇനം വാദ്യമേളങ്ങൾ എന്നിവയുടെ നിറവിൽ തെക്കേ തറവൂട്ടിൽ നിന്നും ആരംഭിച്ച പടയണി നാടിന് അവിസ്മരണീയ അനുഭവമായി. ഭാഗവത പാരായണം, ആറാട്ട് പുറപ്പാട്, ആറാട്ട് വരവ്, കൊടിമരച്ചുവട്ടിൽ വലിയ കാണിക്ക, കാഴ്ച ശ്രീബലി, ഗാനമേള എന്നിവയും ഒരുക്കിയിരുന്നു. ദേവസ്വം പ്രസിഡന്റ് BC വിശ്വമോഹൻ, സെക്രട്ടറി CP ശിവപ്രസാദ്, മാനേജർമാരായ KP ഉണ്ണികൃഷ്ണൻ, KS രാജേഷ്, തെക്കേ ചേരുവാര കമ്മിറ്റി പ്രസിഡന്റ് VT ജിജിമോൻ, സെക്രട്ടറി KA അജിത്, വൈസ് പ്രസിഡന്റ് അഭിജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, മുഹമ്മ. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഭീഷണിക്കെതിരെ ആലപ്പുഴ ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷനുകൾ രംഗത്ത്. 2 മാസം നീളുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ വനിതാ ദിനമായ മാർച്ച് 8-ന് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
ഇന്ന് നമ്മളുടെ സമൂഹത്തിനെ ഏറ്റവും വിപത്തായി നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഭീഷണിയായി നിൽക്കുന്ന ഒരു കാര്യമാണ് മദ്യം, മയക്കുമരുന്ന് ഇവയുടെ ദുരുപയോഗം. ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ ഇത്തരം വാർത്തകൾ, ഇത് ഉപയോഗിക്കുന്നവരുടെ കുട്ടികളടക്കം ഉപയോഗിക്കുന്നവരുടെ വാർത്തകളും അവർ സൃഷ്ടിക്കുന്ന ഭീകരമായ അന്തരീക്ഷങ്ങളെക്കുറിച്ചുമുള്ള വാർത്തകൾ ദിവസവും പത്രങ്ങളിൽ വരുമ്പോൾ അത് നമുക്ക് പരസ്പരം ഒന്ന് സംവദിക്കാൻ പോലും, പരസ്പരം ഒന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ, ആ രീതിയിലാണ് കുടുംബങ്ങളെ അത് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ റെസിഡൻസ് അസോസിയേഷൻ പരിധികളിലും വനിതകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുകയും എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഓരോ വനിതകളെല്ലാവരും തന്നെ വരികയും അവർക്ക് ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണ സെമിനാറുകൾ ഓരോ റെസിഡൻസ് പരിധിയിൽ നടക്കുകയും ഒപ്പം തന്നെ ലഹരിമുക്ത പ്രതിജ്ഞകൾ എടുക്കുകയും ചെയ്യുകയാണ് വനിതാ ദിനവുമായി ബന്ധപ്പെട്ട ഒരു തുടക്കം. ഒപ്പം തന്നെ പ്രതീകാത്മകമായി ഒരു ദീപം തെളിയിക്കൽ, നമുക്ക് ഈ മയക്കുമരുന്ന് എന്നുള്ള മദ്യം, മയക്കുമരുന്ന് സൃഷ്ടിക്കുന്ന ഈ വിപത്തിനെതിരെ ഒരു ദീപം തെളിയിച്ചുകൊണ്ട് നമ്മൾ അന്ന് ഇതിനൊരു തുടക്കം കുറിക്കുകയാണ്. വർദ്ധിച്ചു വരുന്ന മദ്യ, മയക്കുമരുന്ന് ഭീഷണിയും ആക്രമണങ്ങളും നിത്യവാർത്തയാകുന്ന ഇക്കാലത്ത് ലഹരിക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കാൻ ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ അംഗീകൃത അപ്പക്സ് ബോഡിയായ കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ രംഗത്ത്. മാർച്ച് 8 വനിതാ ദിനത്തിലാണ് വിവിധ പ്രചരണ പരിപാടികൾ ആരംഭിക്കുന്നത്. വിവിധ ബോധവൽക്കരണ അവബോധന പരിപാടികളിലൂടെ 2 മാസം നീണ്ടു നിൽക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിനാണ് ലക്ഷ്യമിടുന്നത്. ജില്ലയിലെ 500ഓളം റെസിഡൻസ് അസോസിയേഷനുകൾ പങ്കാളികളാകുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി സെമിനാറുകൾ, ലഹരിവിരുദ്ധ പ്രതിജ്ഞ, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള കൗൺസിലിംഗ് ക്ലാസുകൾ, പോലീസ്, എക്സൈസ് ഇവരുടെ സഹായത്തോടെ പരിശീലന പരിപാടികൾ, പ്രത്യേക നിരീക്ഷണ സ്ക്വാഡുകൾ രൂപീകരിക്കൽ തുടങ്ങിയവ ലക്ഷ്യമിടുന്നു. ഏപ്രിൽ 27 ഓരോ റെസിഡൻസും സമ്പൂർണ്ണ ലഹരിമുക്ത മേഖലകളായി പ്രഖ്യാപിക്കുന്ന യജ്ഞത്തിലേക്ക് വിവിധ മേഖലകളിലുള്ള ജനങ്ങളെയും സ്വീകരിക്കുന്നു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സൗമ്യ രാജ്, പ്രസിഡന്റ് ജോസ് ആറാത്തുംപള്ളി, റിയാസ് ഇസ്മയിൽ, ജമാൽ പള്ളാത്തുരുത്തി, മിനി വേണുഗോപാൽ, അഡ്വക്കേറ്റ് ഗോപകുമാർ എന്നിവർ ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. കർഷകർക്ക് നെല്ലിൻ്റെ വില സമയത്ത് ലഭ്യമാക്കാൻ നടപടി സ്വീകരിച്ചതായി പി ചിത്തരഞ്ജൻ MLA. മുഹമ്മ പെരുന്തുരുത്തുകരി പാടശേഖരത്തെ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പി ചിത്തരഞ്ജൻ. കർഷകർക്ക് നെല്ലിന്റെ വില സമയത്ത് ലഭിക്കാൻ നടപടി സ്വീകരിക്കാൻ തീരുമാനമായതായി പി ചിത്തരഞ്ജൻ MLA പറഞ്ഞു. മറ്റ് ബുദ്ധിമുട്ടുകൾ എന്തെല്ലാം ഉണ്ടായാലും കർഷകരുടെ പണത്തിന് തടസ്സം ഉണ്ടാകരുതെന്നാണ് തീരുമാനം. പെരുന്തുരുത്തുകരി പാടശേഖരത്തിൽ നബാർഡ് സഹായത്തോടെ നടപ്പാക്കുന്ന 7 കോടിയുടെ വികസന പദ്ധതി പൂർത്തിയാകുന്നതോടെ കർഷകർ ഇന്ന് നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പെരുന്തുരുത്തുകരിയുടെ കൃഷി ഉന്നമനം ലക്ഷ്യമാക്കി ഡ്രോൺ ഉപയോഗിച്ചുള്ള വിതരണ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് കൃഷി ഓഫീസർ റിനി ഫ്രാൻസിസ് പറഞ്ഞു. പൊന്നാട് പെരുന്തുരുത്തുകരി പാടശേഖര നെല്ല് ഉൽപ്പാദക സമിതി സെക്രട്ടറി VP ചിദംബരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TV അജിത് കുമാർ, വൈസ് പ്രസിഡന്റ് PA ജുമൈലത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സബീന, പഞ്ചായത്ത് അംഗങ്ങളായ MB സുനിൽകുമാർ, KS ഹരിദാസ്, പാടശേഖര സമിതി സെക്രട്ടറി സുദേവൻ, വൈസ് പ്രസിഡന്റ് നസറുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. മുഹമ്മയിലെ ജുവലറി ഉടമ രാധാകൃഷ്ണൻ പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ട സംഭവം കടുത്തുരുത്തി പോലീസിനെതിരെ പ്രതിഷേധം ശക്തിപ്പെടുന്നു. വ്യാഴാഴ്ച പോലീസ് സ്റ്റേഷൻ മാർച്ച് നടക്കും. കടുത്തുരുത്തി CIക്കെതിരെ നടപടി വേണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ആലപ്പുഴ മുഹമ്മയിൽ രാജീവ് ജ്വല്ലറി ഉടമ രാധാകൃഷ്ണൻ പോലീസ് കസ്റ്റഡിയിൽ മരണപ്പെട്ട സംഭവം അന്വേഷണത്തിൽ സർക്കാർ നിസ്സംഗത പുലർത്തുന്നുവെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് റോയ് പാലത്ര ആരോപിച്ചു. ഫെബ്രുവരി 6 മഫ്തിയിൽ പോലീസ് കടയിലെത്തി കസ്റ്റഡിയിലെടുത്ത രാധാകൃഷ്ണനെ കടുത്തുരുത്തി SHOയുടെ നേതൃത്വത്തിൽ പോലീസുകാർ ചേർന്ന് ഭീകരമായി മർദ്ദിച്ചു എന്ന് പറയപ്പെടുന്ന മൊഴികൾ ശരിവയ്ക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടും SHOയ്ക്കെതിരെയും പോലീസിനെതിരെയും നടപടിയെടുക്കുന്ന കാര്യത്തിൽ സർക്കാർ അമാന്തിക്കുന്നതായി റോയ് പറഞ്ഞു. മരണപ്പെട്ട രാധാകൃഷ്ണന്റെ കുടുംബാംഗങ്ങൾ മാർച്ച് 6 കടുത്തുരുത്തി CI ഓഫീസിലേക്ക് മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്. SHOയെ മാറ്റി നിർത്തി നീതിപൂർവമായ അന്വേഷണം പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും രാധാകൃഷ്ണന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും AKGS MA ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് AKGS MA ചെയർമാൻ ഡോക്ടർ B ഗോവിന്ദന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയെന്നും സംഭവത്തെ സർക്കാർ നിസ്സാരവൽക്കരിക്കരുതെന്നും AKGS MA ജില്ലാ ഭാരവാഹികളായ നസീർ പുന്നക്കൽ, എബി തോമസ്, K നാസർ എന്നിവർ ആവശ്യപ്പെട്ടു. ആലപ്പുഴ ഐക്യഭാരതം വായനശാല ആൻഡ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ NS ജോർജ് അനുസ്മരണം സംഘടിപ്പിച്ചു. ആര്യാട് വായനശാല നേതൃസമിതിയുടെ സഹകരണത്തോടെയാണ് NS ജോർജ് അനുസ്മരണം ഒരുക്കിയത്. ലൈബ്രറി രംഗത്തും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തും സജീവ സാന്നിധ്യമായിരുന്ന NS ജോർജിൻ്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് അനുസ്മരണം ഒരുക്കിയത്. ഐക്യഭാരതം ഗ്രന്ഥശാല ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് CK രതികുമാർ ഉദ്ഘാടനം ചെയ്തു.
എല്ലാ മേഖലകളെയും കുറിച്ച് പറയുമ്പോൾ അത് തൊട്ട് അതിന്റെ നർമ്മവും അതിന്റെ കഥയും അതിന്റെ പ്രസക്തിയുമെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലായിരിക്കും NS-ന്റെ ഭാഗത്തു നിന്ന് നമുക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാലസംഘത്തിൽ NS ബാലസംഘത്തിന്റെ പ്രവർത്തകരായ കുട്ടികളായിരുന്നു ഞങ്ങളോട് സംസാരിക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. ആ ശൈലി നമുക്ക് അനുഭവിച്ചറിഞ്ഞ ആ ഒരു കൂട്ടത്തിലൂടെയാണ് നമ്മൾ ഈ പ്രസ്ഥാനത്തിന്റെ മറ്റു മേഖലകളിലേക്ക് കൂടി എത്തിച്ചേരാൻ ഇനി എന്നെ പോലുള്ള ആളുകൾക്ക് കഴിഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഗ്രന്ഥശാല നേതൃസമിതി ചെയർമാൻ R. ലക്ഷ്മണൻ അധ്യക്ഷനായി. പുരോഗമന കലാസാഹിത്യ സംഘം മാരാരിക്കുളം ഏരിയ പ്രസിഡന്റ് CKS പണിക്കർ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഐക്യഭാരതം ഗ്രന്ഥശാല പ്രസിഡന്റ് CK കുമാരപ്പണിക്കർ, നേതൃസമിതി കൺവീനർ ഹരിദാസ് ആര്യാട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം BK പ്രകാശ് ബാബു, ആര്യാട് പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KV കുഞ്ഞുകുഞ്ഞ്, ഐക്യഭാരതം ശ്രീനാരായണ പ്രാർത്ഥനാ സമിതി പ്രസിഡന്റ് N. ഹരിലാൽ, സംസ്കാരോദയം ഗ്രന്ഥശാല സെക്രട്ടറി N. രാജൻ, നാടക കലാകാരൻ സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. ഐക്യഭാരതം ഗ്രന്ഥശാല സെക്രട്ടറി P. ഹേമനാഥ് സ്വാഗതവും ലൈബ്രറിയൻ ദീപ്തി സന്തോഷ് നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. ചേർത്തല വിദ്യാഭ്യാസ ഉപജില്ല ഹെഡ് മാസ്റ്റേഴ്സ് ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ചേർത്തല മുട്ടം ഹോളി ഫാമിലി LPGS മഠം സ്കൂളിലാണ് കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചേർത്തല സബ് ജില്ലയിലെ 53ഓളം LP UP സ്കൂളിൽ നിന്നും വരുന്ന പ്രീ പ്രൈമറി കുട്ടികളാണ്, സെലക്ട് ചെയ്യപ്പെട്ടുള്ള കുട്ടികളാണ് മാർച്ച് 7 വെള്ളിയാഴ്ച മുട്ടം ഹോളി ഫാമിലി LPG സ്കൂളിൽ വെച്ച് നടക്കുന്ന കിഡ്സ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നത്. സംഘനൃത്തം, നാടോടി നൃത്തം, പ്രച്ഛന്നവേഷം, നാടൻ പാട്ട്, കളറിങ്, അഭിനയഗാനം മലയാളം ഇംഗ്ലീഷ്, കഥാകഥനം മലയാളം ഇംഗ്ലീഷ് എന്നിങ്ങനെ വിവിധ രീതിയിലുള്ള മത്സരങ്ങളാണ് നടത്തുന്നത്. ഉദ്ഘാടന സമ്മേളനം നമ്മുടെ ചേർത്തല നഗരസഭയുടെ ചെയർപേഴ്സൺ ആരാധ്യയായ ശ്രീമതി ഷേർലി ഭാർഗവനാണ് ഉദ്ഘാടനം ചെയ്യുക. മാർച്ച് 7 രാവിലെ 8:30 സമ്മേളനം ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്യും. PTA പ്രസിഡന്റ് ജിബിൻ K. ജോസ് അധ്യക്ഷത വഹിക്കും. ഫാദർ ജോസ് പാലത്തിങ്കൽ, ചേർത്തല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ C. മധു, വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ജാക്സൺ മാത്യു, HM ഫോറം കൺവീനർ PA ജോൺ ബോസ്കോ, ചെയർമാൻ സിബു KR, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ V. സന്തോഷ്, ബെന്നി ജോൺ തുടങ്ങിയവർ സംസാരിക്കും. വൈകിട്ട് 4 നടക്കുന്ന സമാപന സമ്മേളനം ചേർത്തല നഗരസഭാ വൈസ് ചെയർമാൻ TS അജയകുമാർ ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ, ശോഭ ജോഷി, ലിസി ടോമി, അലക്സ് ഷാരോൺ, റോഷ്നി അലിക്കുഞ്ഞ്, ഫാദർ ഡോക്ടർ ആൻഡോ ചേരാന്തുരത്തിൽ, PA ജോൺ ബോസ്കോ, ബെന്നി ജോൺ, ബിജു ഷ്രിൽ തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ HM ഫോറം ചെയർമാൻ KR സിബു, HM ഫോറം കൺവീനർ PA ജോൺ ബോസ്കോ, PTA പ്രസിഡന്റ് ജിബിൻ K. ജോസ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ V. സന്തോഷ്, ചെയർമാൻ ബിജു ഷ്രിൽ തുടങ്ങിയവർ പങ്കെടുത്തു. തണ്ണീർമുക്കം വെള്ളിയാകുളം ഗവൺമെൻറ് UP സ്കൂളിൻ്റെ 101ാമത് വാർഷികം വ്യാഴാഴ്ച ആരംഭിക്കും. വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാകുളം ഗവൺമെൻറ് UP സ്കൂളിൻ്റെ 110ാമത് വാർഷിക ആഘോഷം മാർച്ച് 6 തുടങ്ങുമെന്ന് പ്രധാനാധ്യാപകൻ V. സന്തോഷ് ചേർത്തല പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമുക്കറിയാം, ചേർത്തലയിലെയും അല്ലെങ്കിൽ ജില്ലയിലെയും ഏറ്റവും മികച്ച ഒരു പൊതുവിദ്യാലയമായി നിൽക്കുന്ന സ്കൂളാണ് ഗവൺമെൻറ് UP സ്കൂൾ വെള്ളിയാകുളം. കുട്ടികളുടെ എണ്ണം കൊണ്ടും അക്കാദമിക പ്രവർത്തനങ്ങൾ കൊണ്ടും നമ്മുടെ പ്രദേശത്തെ ഒരു അഭിമാനമായി നിൽക്കുന്ന ഈ സ്കൂള് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വാർഷികാഘോഷ പരിപാടികളും അതേ നിലവാരത്തിൽ തന്നെയാണ് നടത്തിക്കൊണ്ട് പോരുന്നത്. അതിൻ്റെ ഭാഗമായി ഈ വർഷം നടക്കുന്ന വാർഷികാഘോഷം ഈ മാർച്ച് മാസം 6 തീയതി മുതൽ 9 തീയതി വരെയാണ് നടക്കുന്നത്. ആ ആഘോഷ പരിപാടികളും നമ്മുടെ അക്കാഡമിക സമയത്തെ ഉപയോഗിച്ചുകൊണ്ടല്ല ചെയ്യുന്നത്. വൈകുന്നേരങ്ങളിൽ മാത്രമാണ് ഈ വാർഷികാഘോഷ പരിപാടികൾ നടത്തുന്നത്. വൈകുന്നേരം 5:30-6 മണിയാകുമ്പോഴേക്കാണ് ഓരോ ദിവസവും ഈ വാർഷികാഘോഷ പരിപാടികളവിടെ അരങ്ങേറുന്നത്. 6 തീയതി ആരംഭിക്കും, 9 തീയതിയാണ് അവസാനിക്കുന്നത്. ശനിയും ഞായറും ഉൾപ്പെടെയുള്ള ദിവസമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി പ്രീ പ്രൈമറിയുടെയും LP UPയുടെയൊക്കെ വാർഷിക ആഘോഷങ്ങളും എൻഡോമെൻ്റ് വിതരണം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ കഴിഞ്ഞ ഈ ഒരു അക്കാഡമിക വർഷം മികച്ച നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികളുണ്ട്. വിവിധ മേഖലകളിൽ കലോത്സവങ്ങളിലും ശാസ്ത്രമേളകളിലും മറ്റ് ക്വിസ് മത്സരങ്ങളിലുമൊക്കെ
പുറമേ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയി മത്സരിക്കുകയും സ്കൂളിലുള്ള വിവിധ പരിപാടികളിലൊക്കെ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികൾക്കുള്ള ആദരവ് ഈ കൂട്ടത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ 6-ാം തീയതി നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VG മോഹൻ ആണ്. അന്നേ ദിവസം തന്നെ വിശിഷ്ടാതിഥിയായി നമ്മുടെ കലാസന്ധ്യയുടെ ഉദ്ഘാടനം നമ്മുടെ ഇവിടുത്തെ കർഷക മേഖലയിൽ ശ്രദ്ധേയനായി നിൽക്കുന്ന സുജിത്ത് SP ആണ് നിർവഹിക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 5:30 ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് അംഗം പ്രവീൺ G പണിക്കർ അധ്യക്ഷത വഹിക്കും. ട്രാവൻകൂർ കൊക്കോട്ടഫ്റ്റ് MD അർജുൻ മഹാദേവൻ മുഖ്യ അതിഥിയാകും. മാർച്ച് 7 വൈകിട്ട് 5:30 കലാസന്ധ്യ മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് G ശശികല അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി മുഖ്യ പ്രഭാഷണം നടത്തും. പ്രശസ്ത ഓട്ടംതുള്ളൽ കലാകാരൻ മർത്തോറോട്ടൻ കണ്ണനെ ചടങ്ങിൽ ആദരിക്കും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈമോൾ കലേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രവീൺ G പണിക്കർ, മാത്യു കൊല്ലേലി, VP ബിനു, PTA പ്രസിഡന്റ് സുദീപ് P ദാസ്, PTA വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് R, മനോജ് കുശാക്കൽ, മിനി വാസുദേവൻ തുടങ്ങിയവർ സംസാരിക്കും. ശനിയാഴ്ച വൈകിട്ട് 5:30 കലാസന്ധ്യ സുപ്രസിദ്ധ വയലിനിസ്റ്റ് ഡോക്ടർ ബിജു മല്ലാരി ഉദ്ഘാടനം ചെയ്യും. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ മിനി ലെനിൻ സമ്മാനദാനം നിർവഹിക്കും. ഫയർഫോഴ്സ് സ്പോർട്സ് കേരള താരം പ്രവീൺ പ്രഭാകരനെ ചടങ്ങിൽ ആദരിക്കും. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീല ടീച്ചർ, ഷാജിമോൻ KB, PTA കമ്മിറ്റി അംഗം സനീഷ് മണലിൽ, അനിൽകുമാർ തുടങ്ങിയവരും സംസാരിക്കും. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം PS ഷാജി ഉദ്ഘാടനം ചെയ്യും. PTA പ്രസിഡന്റ് സുദീപ് P ദാസ് അധ്യക്ഷത വഹിക്കും. കലാസന്ധ്യയുടെ ഉദ്ഘാടനം സിനിമാ താരം A അനന്തലാൽ ഉദ്ഘാടനം ചെയ്യും. സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് സുനീഷ് വാരനാടിനെ ചടങ്ങിൽ ആദരിക്കും. ചേർത്തല BPC മേരി ദയ, രാജി K, രാജീവ് വേലശ്ശേരി, പ്രവീൺ, ആൻമരിയ, ജയമോൾ KR, ദീപ്തി ML തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ PTA പ്രസിഡന്റ് സുദീപ് P ദാസ്, വൈസ് പ്രസിഡന്റ് TP രഞ്ജിത്ത്, മനോജ് കുശാക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. അരൂക്കുറ്റി മാത്താനം ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് വ്യാഴാഴ്ച കൊടികയറും. ഇത്തവണ വിപുലമായ ഉത്സവാഘോഷ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ദേവസ്വം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാർച്ച് 6-ാം തീയതി വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് കൊടി കയറുന്നത്. ബ്രഹ്മശ്രീ മാത്താനം അശോകൻ തന്ത്രി അവർ ആ ചടങ്ങുകൾ നിർവഹിക്കുന്നതോടൊപ്പം നമ്മുടെ തിരുവുത്സവ പരിപാടികൾ ആരംഭിക്കുകയാണ്. മാർച്ച് 14-ാം തീയതി ആറാട്ടോടുകൂടി ചടങ്ങുകൾ പര്യവസാനിക്കും. ഒട്ടുമിക്ക ദിവസങ്ങളിലും വളരെ വിശേഷപ്പെട്ട കലാപരിപാടികൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കൂടാതെ ആലപ്പുഴ ജില്ലയിൽ തന്നെ തലയെടുപ്പുള്ള ഒരു മഹത് ക്ഷേത്രമാണ് മാത്താനം ക്ഷേത്രം. മാത്താനം ക്ഷേത്രത്തിലെ തിരുവുത്സവ ചടങ്ങുകൾ, വൈദിക ചടങ്ങുകൾ ലോക പ്രസിദ്ധമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ക്ഷേത്രത്തിൽ വൈവിധ്യമാർന്ന കുറേ ചടങ്ങുകളുണ്ട്. ക്ഷേത്രത്തെ ഉത്സവത്തിന് മാത്രം ബാധിക്കുന്ന, ഉത്സവത്തിന് മാത്രം നടക്കുന്ന ചില വഴിപാടുകൾ, രോഗസംബന്ധമായ ശാന്തിക്കുള്ള വഴിപാടുകൾ, പ്രത്യേകിച്ച് ആസ്മ രോഗത്തിന് ശാന്തി നൽകുന്ന ബലികളൊക്കെ, സ്ത്രീകളുടെ ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾക്ക് പരിഹാരം എന്ന രീതിയിൽ നീന്തൽ, അതുപോലെ തന്നെ ഉദരസംബന്ധമായ സോറിയാസിസ് പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് മറ്റ് ഉദരസംബന്ധമായിട്ടുള്ള ലിവർ സിറോസിസ് പോലുള്ള രോഗങ്ങളൊക്കെ വന്ന് വയറ് വീർക്കുന്ന സന്ദർഭത്തിൽ ചെയ്യുന്നൊരു വഴിപാടാണ് ഉദരക്കല നിവേദ്യം. അത് ഈ ക്ഷേത്രത്തിൽ മാത്രമുള്ളതാണ്, പ്രത്യേകിച്ച് ഉത്സവകാലത്താണ് നടത്താറുള്ളത്. അരൂക്കുറ്റി മാത്താനം ഭഗവതി ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് മാർച്ച് 6-ന് കൊടിയേറും. മാർച്ച് 6-ന് രാവിലെ പള്ളി ഉണർത്തൽ, നിർമ്മാല്യ ദർശനം, അഭിഷേകം, മഹാഗണപതി ഹോമം, ഉഷപൂജ, പന്തീരടി പൂജ, വിശേഷാൽ പൂജ, ദേവീ മഹാത്മ്യ പാരായണം, ഉച്ചപൂജ, കൊടിയേറ്റ് സദ്യ എന്നിവ നടക്കും. വൈകിട്ട് 4 മണിക്ക് ആലപ്പറമ്പ് നഗരത്തിൽ വേലു കരുണാകരന്റെ വസതിയിൽ നിന്നും കൊടിക്കയർ വരവും 6:28-ന് ദീപാരാധനയും 6:32-നും 7:04-നും മധ്യേ ബ്രഹ്മശ്രീ മാത്താനം അശോകൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് കർമ്മം നടക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും. മാർച്ച് 14 വെള്ളിയാഴ്ചയാണ് ആറാട്ട് മഹോത്സവം. രാവിലെ 11 മണി മുതൽ പൂരപിടി വഴിപാട്, ഉച്ചയ്ക്ക് അന്നദാനം, വൈകുന്നേരം 3-ന് അങ്ങാടി വരവ്, വൈകിട്ട് 6:39-നും 7:03-നും മധ്യേ ദേവിയുടെ ആറാട്ടും നടക്കും. തുടർന്ന് വൈകിട്ട് 8 മണിക്ക് ഏരൂർ ശ്രീ ഭവാനീശ്വരി കഥകളി യോഗത്തിന്റെ സന്താനഗോപാല കഥകളിയും നടക്കുമെന്ന് സംഘാടകരായ പ്രസിഡന്റ് M മുരളീധരൻ, വൈസ് പ്രസിഡന്റ് K സുജിത്ത്, വൈസ് പ്രസിഡന്റ് KG ധർമ്മജൻ, ഖജാൻജി KP ദിലീപ് കുമാർ, സെക്രട്ടറി മുകുന്ദൻ ആയത്തറ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. ആലപ്പുഴ ബീച്ചിൽ നിർമ്മാണത്തിലിരുന്ന ഉയരപ്പാതയുടെ ഗർഡറുകൾ തകർന്നു വീണ സംഭവം ദേശീയപാത അതോറിറ്റിയുടെ വിദഗ്ധ സംഘം പരിശോധന നടത്തി.
എഞ്ചിനീയർമാരുടെയും തൊഴിലാളികളുടെയും വീഴ്ചയെന്ന പ്രാഥമിക സൂചന. സമാനതകളില്ലാത്ത ദൃശ്യവിരുന്നൊരുക്കി ചരിത്രപ്രസിദ്ധമായ ചെട്ടികുളങ്ങര കുംഭഭരണി ആഘോഷം. ചെട്ടികുളങ്ങരയും പരിസരവും ജനസാഗരമായി. 13 കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലേക്ക് എത്തി. കാഴ്ചക്കണ്ടത്തിൽ വർണ്ണമനോഹരമായ ദൃശ്യവിരുന്ന്. പ്രസിദ്ധമായ ചേർത്തല വാർനാട് ദേവീക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവം. ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ ഭരണി ദർശനം തുടങ്ങി ഭക്തസഹസ്രങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. പ്രധാന വഴിപാടായ ഒറ്റത്തൂക്കവും ഗരുഡൻ തൂക്കവും വിസ്മയം കാഴ്ചയായി. വിഭൂതി തിരുനാളോടെ ക്രൈസ്തവ സമൂഹം നോമ്പാചരണം ആരംഭിച്ചു. ഈസ്റ്ററിന് മുന്നോടിയായി 50 ദിവസമാണ് നോമ്പാചരണം. വിവിധ ദേവാലയങ്ങളിലെല്ലാം പ്രത്യേകമായ പ്രാർത്ഥനാ ചടങ്ങ്. അരിയുമായി പോയ മിനി ലോറി മറിഞ്ഞു. കൊല്ലത്തു നിന്നും പെരുമ്പാവൂരിലേക്ക് പോയ ലോറിയാണ് മറിഞ്ഞത്. റേഷൻ അരിയെന്ന് സംശയം. ചേർത്തല സപ്ലൈ ഓഫീസർ അരി കസ്റ്റഡിയിലെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.